ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ജീവിതത്തിന് വെളിച്ചം നൽകുന്നവയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: കർമ്മം ചെയ്യുക, ഫലത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കുക എന്നതാണ് പ്രധാനം. വിജയമോ പരാജയം എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാതെ നിങ്ങളുടെ കടമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫലം നിങ്ങളുടെ കയ്യിലുള്ളതല്ല. ഏതൊരാൾ കർമ്മഫലങ്ങളെ ആഗ്രഹിക്കാതെ സ്വന്തം കർത്തവ്യം ചെയ്യുന്നുവോ അവനാണ് സന്യാസിയും യോഗിയും. ഇത് നിസ്വാർത്ഥമായ കർമ്മത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക, അതിൻ്റെ ഫലങ്ങളിൽ ആസക്തി വെടിയുക. മനസ്സ് ഒരുവൻ്റെ ബന്ധുവാണ്, അതുപോലെ ശത്രുവും. നിയന്ത്രിക്കപ്പെട്ട മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാവും. എന്നാൽ നിയന്ത്രിക്കപ്പെടാത്ത മനസ്സ് നിങ്ങളുടെ നാശത്തിനും കാരണമായേക്കാം. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണ് ജീവിത വിജയത്തിന് അത്യാവശ്യം. ശാന്തമായ മനസ്സിന് സമാധാനമുണ്ട്, അതാണ് പരമമായ സന്തോഷം. പുറമേയുള്ള സാഹചര്യങ്ങൾ എന്തുതന്നെ ആയാലും മനസ്സിനെ ശാന്തമാക്കി നിലനിർത്താൻ പഠിക്കുകയാണെങ്കിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കടമ നിർവഹിക്കുന്നതിൽ ഭയപ്പെടരുത്. ഒരുവൻ തുടങ്ങി വെച്ച ഒരു നല്ല പ്രവൃത്തിയും പാഴായി പോയിട്ടില്ല. ഏത് പുതിയ കാര്യം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തെ അതിജീവിക്കാൻ ഈ വചനം സഹായിക്കും. ഓരോ നല്ല ശ്രമത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട്. സത്യത്തിനെ തേടുന്നവന് ഒരിക്കലും നാശമില്ല. നിങ്ങൾ സത്യസന്ധമായും ആത്മാർത്ഥമായും ഒരു ലക്ഷ്യത്തിനായി പ്രയത്നിക്കുമ്പോൾ പരാജയം താൽക്കാലമായിരുന്നാലും അന്തിമ വിജയം നിങ്ങളുടെ കൂടെയായിരിക്കും. എല്ലാം എന്നിലർപ്പിച്ച് എന്നെ ശരണം പ്രാപിക്കുക. ഞാൻ നിങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. ഭയപ്പെടരുത്. ഇത് വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന വചനമാണ്. നിങ്ങൾ നിങ്ങളുടെ പരമാവധി ചെയ്തതിനു ശേഷം ബാക്കിയെല്ലാം ഒരു ഉന്നത ശക്തിക്ക് സമർപ്പിക്കാനുള്ള ധൈര്യം നൽകുന്നു. ഭയത്തെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. ഈ വചനങ്ങൾ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നമുക്ക് വഴിവിളക്കാവും. ഇവ ആഴത്തിൽ ധ്യാനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറയുന്നു: എല്ലാം മാറും, പക്ഷേ മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണ്. ജീവിതത്തിൽ മാറ്റം എന്നത് അനിവാര്യമാണ്. ഒന്നിനെയും സ്ഥിരമായി കാണരുത്. മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ പ്രഭാതവും പുതിയ സാധ്യതകൾ കൊണ്ടുവരുന്നു, എന്നാൽ സന്ധ്യയാകുമ്പോഴേക്കും അവയെല്ലാം കഴിഞ്ഞിരിക്കും. ഓരോ ദിവസവും പുതിയ അവസരങ്ങളാണ്. ഇന്നത്തെ ദിവസം പരമാവധി ഉപയോഗപ്പെടുത്താനും നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കാനും ഇത് പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. നിങ്ങൾ അത് കണ്ടെത്തണം. പുറമെ എവിടെയും സന്തോഷമോ സമാധാനമോ തേടി പോകേണ്ടതില്ല. യഥാർത്ഥ ശക്തിയും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. എല്ലാം എൻ്റേതാണ്, ഞാൻ ആരുടെയും സ്വന്തമല്ല. ഈ വചനം ആസക്തി വെടിയുന്നതിൻ്റെയും പ്രാധാന്യം ഊന്നി പറയുന്നു. എല്ലാറ്റിനോടും സ്നേഹത്തോടെയും ഉത്തരവാദിത്തോടെയും പെരുമാറാം. എന്നാൽ ഒന്നിനോടും അമിതമായ ഭ്രമമോ ഉടമസ്ഥാവകാശമോ വെച്ചു പുലർത്തരുത്. ധർമ്മം നിലനിർത്താൻ ഞാൻ യുഗങ്ങൾ തോറും അവതരിക്കുന്നു. നീതിയും ധർമ്മവും ഈ ലോകത്ത് എപ്പോഴും നിലനിൽക്കുമെന്നും അതിനെ സംരക്ഷിക്കാൻ ഒരു ശക്തി എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഈ വചനം നൽകുന്നു. ഏറ്റവും ലളിതമായ ജീവിതമാണ് ഏറ്റവും സമാധാനപരമായ ജീവിതം. ആഡംബരങ്ങൾക്കും ഭൗതിക വസ്തുക്കൾക്കും പിന്നാലെ പോകാതെ ലളിതമായ